Hi friends, it's me Sanuf. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഷ്യയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 2021 കൂടുതൽ മാറ്റങ്ങളും റഷ്യയുടെ ഇൻഫ്ലുവൻസ് വേൾഡ് പൊളിറ്റിക്സിൽ ശക്തമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് റഷ്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശ്രമങ്ങളെന്നും ഇതിൽ റഷ്യക്കെതിരായിട്ട് തുർക്കി പോലത്തെ രാജ്യങ്ങൾ എങ്ങനെ നിലകൊള്ളുന്നുവെന്നും ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല ഈ ഒരു 2021 വലിയ തോതിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. റഷ്യ വേൾഡ് പൊളിറ്റിക്സിൽ വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള രാജ്യമാണ്. ഈവൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ മുതൽ ഇപ്പോഴത്തെ റഷ്യ വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം നിർണായകമായ പല പ്രശ്നങ്ങളിലും റഷ്യയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. സോ റഷ്യ ഇപ്പോൾ വീണ്ടും അവരുടെ പ്രതാപകാലത്തോട്ട് മടങ്ങിപ്പോകാനായിട്ടുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 2020 അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി റഷ്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതിനെപ്പറ്റി അറിയുന്നതിന് മുൻപായിട്ട് റഷ്യ നിലവിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ പറ്റി അറിയേണ്ടതുണ്ട്. ഈവൻ ഡിസംബർ മാസത്തിൽ പോലും ഐക്യരാഷ്ട്രസഭയുടെ ഒരു റെസൊല്യൂഷൻ റഷ്യക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ക്രീമിയ എന്നറിയപ്പെടുന്ന യുക്രൈന് സ്വന്തമായതായിട്ടും അതുപോലെ റഷ്യ പിടിച്ചു വെച്ചതായിട്ടും പറയുന്ന ഒരു പെനിൻസുലയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. സോ ഒരു ക്രീമിയ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശത്തിന്റെ പ്രശ്നം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ആദ്യം ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 അല്ലാതെ വേൾഡ് വാർ 2 ആ സമയത്തല്ല. സോ വേൾഡ് വാർ 2 ശേഷം ഈ ഒരു യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ ഒരു സ്ഥലം പിടിച്ചെടുക്കലായിട്ടാണ് ഈ ഒരു റഷ്യയുടെ നീക്കത്തെ വിലയിരുത്തുന്നത്. സോ എന്താണ് ഈ ഒരു നീക്കമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2014 ഫെബ്രുവരി മാസം യുക്രൈനിൽ വലിയൊരു റെവല്യൂഷൻ നടക്കുകയാണ്. സോ ഈ ഒരു വിപ്ലവം അവസാനം അവിടുത്തെ പ്രസിഡന്റിനെ റഷ്യയിലോട്ട് തന്നെ നാട് കടത്താനായിട്ടുള്ള ഒരു നീക്കം വരെ ആയി മാറി. സോ അവിടുത്തെ പ്രസിഡന്റ് റഷ്യയിലോട്ട് അഭയം തേടി പോവുകയും അങ്ങനെ യുക്രൈൻ മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥ നിലകൊള്ളുകയാണ്. ഈ സമയത്ത് യുക്രൈനിലെ ഒരു പുതിയതായിട്ട് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഭരണകൂടം ഒരു തീരുമാനമെടുക്കുന്നു. അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ട് യുക്രൈനെ ചേർത്താമെന്ന്. സോ ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അതിന്റെ ടോക്കിംഗ് നടക്കുന്ന സമയത്തായിട്ട് യുക്രൈന്റെ ഈസ്റ്റേൺ സൈഡായിട്ട് ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. ഇത് പ്രത്യേകിച്ച് ക്രീമിയ എന്നറിയപ്പെടുന്ന ഒരു പെനിൻസുലയുടെ ഭാഗമായിട്ടാണ് ഉടലെടുക്കുന്നത്. സോ ഈ ഒരു പ്രശ്നം ആക്ച്വലി യുക്രൈനിൽ ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു കൂട്ടം ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ ഒരു യുക്രൈനില് ഒരു പ്രശ്നം സൃഷ്ടിക്കുകയും അങ്ങനെ അവരൊരു പ്രദേശത്തിന്റെ മുഴുവൻ കൺട്രോൾ എടുക്കുകയും ചെയ്യുന്നു. സോ ഇവരെ കീഴടക്കാനായിട്ട് യുക്രൈൻ ആർമി ശ്രമിക്കുമ്പോൾ ആ സമയത്താണ് തിരിച്ചറിയുന്നത് ഈ ഒരു കൂട്ടം കംപ്ലീറ്റ് ആയിട്ടും റഷ്യയുടെ ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണെന്ന്. സോ തിരിച്ചറിഞ്ഞ പാതി തന്നെ യൂറോപ്യൻ യൂണിയനിലെ ബാക്കിയുള്ള കൺട്രീസിനോട് യുക്രൈൻ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. സോ യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖരായിട്ടുള്ള കൺട്രീസ് യുക്രൈന് സഹായകമായിട്ട് രംഗത്ത് വരുന്നു. പക്ഷെ ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രദേശം അതായത് ഈ ഒരു പെനിൻസുല മുഴുവനായിട്ടും റഷ്യയുടെ കൺട്രോളിൽ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ യുക്രൈൻ ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു അടി വീണതായിട്ടും അത് യൂസ് ചെയ്തിട്ട് റഷ്യ ഒരു വേൾഡ് പൊളിറ്റിക്സിൽ ഒരു സ്വാധീനം യൂസ് ചെയ്തുകൊണ്ട് യുക്രൈനെതിരെ ശക്തമായിട്ട് തിരിയാനും അത് വലിയൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള വാറായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്നും യൂറോപ്യൻ യൂണിയന്റെ ഒരു നിർദ്ദേശം യുക്രൈൻ ലഭിക്കുന്നു. സോ യുക്രൈൻ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അതേസമയത്ത് ഈ ചാൻസ് യൂസ് ചെയ്തിട്ട് റഷ്യ വീണ്ടും ആ പ്രദേശം കംപ്ലീറ്റ് ആയിട്ടും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ക്രീമിയ എന്നറിയപ്പെടുന്ന പെനിൻസുലയിൽ ഓൾമോസ്റ്റ് 14,000-ഓളം വരുന്ന ആൾക്കാർ താമസിച്ചിരുന്നു. അവർ പലരും യുക്രൈനിലെ വിവിധ ഭാഗങ്ങളിലോട്ട് താമസിക്കാനായിട്ട് മാറിപ്പോകുന്നു. ഇതേ സമയത്ത് ഈ ഒരു 6 വർഷ ഗ്യാപ്പിൽ 2014 മുതൽ 2020 വരെയുള്ള ഈ ഒരു കാലയളവിൽ ഈ പ്രദേശത്തിലെ മുഴുവൻ കൺട്രോളും റഷ്യക്ക് ലഭിക്കുന്നു. അവിടുത്തെ ഒരു കോടതി തന്നെ അവസാനം റഷ്യയുടെ ഭാഗമായിട്ട് ഇതിനെ മാറ്റാമെന്ന് തീരുമാനമെടുക്കുന്നു. സോ റഷ്യ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇപ്പോൾ ക്രീമിയ എന്നറിയപ്പെടുന്ന ഈ ഒരു പെനിൻസുല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പ്രദേശത്തെ ചൊല്ലിപ്പറ്റിയിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിലാണ് തുർക്കി അവരുടെ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് അർമേനിയ അസർബൈജാനും തമ്മിൽ നഗർമോ കർബക്കിനെ പറ്റിയിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെയും
റഷ്യയും തുർക്കിയും രണ്ട് കോണിലായിരുന്നു നിലകൊണ്ടിരുന്നത്. സോ ആ ഒരു പ്രശ്നത്തിൽ അവസാനം വിജയം നേടാനായത് തുർക്കിയുടെ ഒരു ഭാഗത്ത് തന്നെ പറയാൻ പറ്റും. കാരണം അസർബൈജാൻ ആയിരുന്നു അർമേനിയക്കെതിരെ ഒരു വ്യക്തമായ മേധാവിത്വം നേടിയെടുത്തതും ഈ നഗർമോ കർബക്കിലെ പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ അസർബൈജാന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുർക്കി റഷ്യയുടെ ഒരു പ്രശ്നത്തിൽ തലയിട്ടിട്ടുണ്ട്. അതായത് തുർക്കി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്രീമിയ എന്നറിയപ്പെടുന്ന പെനിൻസുലയിലുള്ള റഷ്യയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റഷ്യ അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ റഷ്യയുടെ സ്പോക്ക് പേഴ്സണും രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കി ഈ ഒരു വിഷയത്തിൽ തലയിടേണ്ട ആവശ്യമില്ല എന്നാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറുപടി. ഈ ഒരു വിഷയത്തിൽ UK പോലും റഷ്യക്കെതിരായിട്ട് നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ റഷ്യ ചെയ്തത് വളരെയധികം വലിയ തെറ്റാണെന്നും ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കാനായിട്ട് റഷ്യ യൂസ് ചെയ്ത ഈ ഒരു മൂവ് കനത്ത രീതിയിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നൊക്കെ UK ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ UK ബ്രെക്സിറ്റ് വഴി പുറത്തു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ 2021 നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മേ ബി UK റഷ്യക്കെതിരെ തിരിഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം UKയ്ക്കും റഷ്യയ്ക്കും ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാക്സിന് വേണ്ടിയിട്ട്. അതേസമയത്ത് തുർക്കിയും റഷ്യയും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ ഒരു മിലിറ്ററി പരമായിട്ടുള്ള ട്രേഡിൽ വലിയൊരു സ്വാധീനം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തുർക്കിയുടെ മേലെ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 ഡിഫൻസ് സിസ്റ്റം വാങ്ങിയതാണ്. സോ അതിലും ഒരു ക്ലാരിഫിക്കേഷൻ റഷ്യ പറഞ്ഞിട്ടുണ്ട്. അതായത് തുർക്കിയും റഷ്യയും തമ്മിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മിലിറ്ററി കോഓപ്പറേഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുമെന്നും റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. സോ റഷ്യ തുർക്കിയെ ഒരു ട്രേഡിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ തുർക്കിയും അതേപോലെ തന്നെയാണ് ആവശ്യത്തിനനുസരിച്ച് റഷ്യയുടെ കൂടെ നിലകൊള്ളുന്നത്. സോ അവർക്കൊരു ചാൻസ് ലഭിക്കുമ്പോൾ റഷ്യക്കെതിരായിട്ടും തുർക്കി തിരിയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഈവൻ 20 വർഷമായിട്ട് നടത്തിവരുന്ന ആനുവൽ ഒരു കോൺഫറൻസ് ഉണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗ് 2020 ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് റഷ്യ ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടത് മൂലമാണെന്നൊക്കെയാണ് എക്സ്പേർട്സ് ആയിട്ടുള്ള പല ആൾക്കാരും മാധ്യമങ്ങളിൽ എഴുതിയിരുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് കോവിഡ് കാരണമായിരുന്നു ഈ ഒരു മീറ്റിംഗ് വേണ്ട വെച്ചതെന്നും അത് അടുത്ത വർഷം നടക്കുമെന്നൊക്കെയാണ് അദ്ദേഹം അറിയിച്ചത്. ഈ ഡിസംബർ മാസം അവസാനമായിട്ടാണ് ഈ ഒരു അറിയിപ്പ് വന്നത്. അത് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം റഷ്യയുമായിട്ട് നിലകൊള്ളുന്നുണ്ടെന്നും S-400 ഒക്കെ പറഞ്ഞ ടൈമിൽ തന്നെ റഷ്യ തരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വേൾഡ് പൊളിറ്റിക്സിലും കാര്യമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ആ ഒരു കാര്യം റഷ്യയ്ക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യയെ പകയ്ക്കാതെ ഇന്ത്യയെ കൂട്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളെ നടത്തുകയുള്ളൂ. ഇതിനിടയിൽ പാകിസ്ഥാനുമായിട്ട് റഷ്യ ഒരു ചായ്വ് കാണിച്ചിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റഷ്യയുടെ വാക്സിൻ വിൽക്കാനുള്ള ഒരു തന്ത്രമായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ കമന്റ് ബോക്സിൽ അരുൺ ബ്രോ ഒക്കെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റി ആ ഒരു ആംഗിളിൽ ഒരു തിങ്കിങ് വന്നത്. അതായത് റഷ്യയുടെ ഈ സ്പുട്നിക് വാക്സിൻ വിൽക്കാനായിട്ടുള്ള ഒരു മാർക്കറ്റായിട്ട് പാകിസ്ഥാനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റഷ്യയുടെ 2020 വാണിജ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് OPEC പ്ലസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് പെട്രോളിയം പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിൽ റഷ്യയും ഒരു മെമ്പറാണ്. സോ ഇതിൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന നിയമങ്ങൾ റഷ്യ പാലിക്കേണ്ടി വന്നു. അതായത് ഒരു ദിവസം ഇത്ര ബാരൽ ഓയിൽ മാത്രമേ നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നിയമങ്ങളുണ്ട്. സോ റഷ്യ അതൊക്കെ പാലിച്ചിരുന്നു. അതേസമയത്ത് 2020 കോവിഡ് മൂലം തന്നെ ഈ ഒരു പെട്രോളിയം പ്രോഡക്ട്സിന്റെ ആവശ്യകത വന്നില്ല. അതുകൊണ്ട് ഗൾഫ് കൺട്രീസിനെ പോലെ തന്നെ റഷ്യയും കനത്തൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ റഷ്യയുടെ എക്കോണമി 2020 പ്രശ്നങ്ങൾ ഫേസ് ചെയ്തപ്പോൾ അതിനെ മറികടക്കാനായിട്ട് അവരുടെ വാക്സിൻ എന്നറിയപ്പെടുന്ന കാര്യം വഴി സാധിക്കുമെന്നൊക്കെയാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കൺട്രീസുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ അവരുടെ വാക്സിൻ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രീസും അവരുടേതായ വാക്സിൻസ് വികസിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് റഷ്യ പാകിസ്ഥാനുമായിട്ട് അടുത്തെന്നൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റും. സോ അതിന്റെ പോസിബിലിറ്റി ഇന്ത്യൻ തന്നെ നമുക്ക് തീർത്ത് പറയാം. സോ റഷ്യ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു തന്ത്രപരമായ നീക്കമായിട്ട് കണക്കാക്കാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ പല കൺട്രീസുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, അത് കൂടാതെ അവരുടെ വാണിജ്യപരമായ ഒരു നേട്ടം കൂടെ സ്വന്തമാക്കുക, അങ്ങനെ വലിയൊരു എയിം തന്നെ പുടിൻ നടത്തുന്നുണ്ട്. സോ ആ കാര്യമൊക്കെ എങ്ങനെ മാറുമെന്ന് 2021 നമുക്ക് കണ്ടറിയാൻ സാധിക്കും.
ഇത് കൂടാതെ ഇന്ത്യയുടെ ആകാശ് മിസൈല് വൈകാതെ തന്നെ ഓൾമോസ്റ്റ് ഒരു 9 വരുന്ന കൺട്രീസിന് അയച്ചു നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ എക്സ്പോർട്ടിങ്ങിന് ഒരു പെർമിഷൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് കൂടുതൽ ഒരു ഊർജം 2021 സമ്മാനിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ജപ്പാൻ വലിയൊരു പ്ലാൻ നടപ്പാക്കുന്നുണ്ട് ആളില്ലാത്ത ഒരു യുദ്ധവിമാനത്തെ പറ്റിയിട്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വിചാരിച്ചത്. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.